കേരള സർവകലാശാലയിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും താൽക്കാലിക വിസി സിസ തോമസും തമ്മിലുള്ള പോര് മുറുകുന്നു. ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം സസ്പെൻഷൻ പിൻവലിച്ചതിന് പിന്നാലെ രജിസ്ട്രാർ ചുമതലയേറ്റതിൽ സിസി തോമസിന് അതൃപ്തിയുണ്ട്. സസ്പെൻഷൻ പിൻവലിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി രജിസ്ട്രാർ പിൻവലിക്കും. താൽക്കാലിക വിസിക്കെതിരായ SFI പ്രതിഷേധം ഇന്ന് തുടരും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരനും കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ചേരുന്നു. സാരംഗ്, ഇന്നലെ നാടകീയമായ സംഭവ വികാസങ്ങൾക്കാണ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗം സാക്ഷ്യം വഹിച്ചത്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒന്നിച്ചു നിന്നു. VCയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് തന്നെ അവർ ഈ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി പ്രഖ്യാപിക്കുകയുമായിരുന്നു. പക്ഷേ ഈ പോര് ഇനിയും തുടരുമെന്ന് തന്നെയാണോ നമുക്ക് മനസ്സിലാവുന്നത്? ഇന്ന് കോടതി ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ നാടകീയമായ സംഭവങ്ങളായിരുന്നു നടന്നത്. അതായത് VCയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഈ ഒരു അജണ്ടയിൽ ഇല്ലാത്തൊരു കാര്യം പരിഗണിക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വരികയും അത് പരിഗണിക്കാൻ കഴിയില്ല എന്ന് വന്നതോടുകൂടി ഇത്തരത്തിൽ ഈ യോഗം പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ് VCയും മറ്റ് BJP അംഗങ്ങളും പുറത്തേക്ക് വരികയും ചെയ്യുകയായിരുന്നു. പിന്നീട് പ്രത്യേക ചട്ടം ഉപയോഗിച്ചുകൊണ്ട് ഒരു സീനിയർ അംഗത്തിനെ അധ്യക്ഷയാക്കി അതിനുശേഷം ഈ ഒരു സസ്പെൻഷൻ പിൻവലിക്കുകയും അദ്ദേഹത്തിന് ഈ ഒരു ജോലിയിൽ തുടരാമെന്ന രീതിയിലേക്ക് തീരുമാനമെത്തുകയും ചെയ്യുകയായിരുന്നു. അത്തരത്തിൽ VCയും താൽക്കാലിക VCയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രണ്ട് ചേരി തിരിഞ്ഞുകൊണ്ട് രണ്ട് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നൊരു സംഭവ വികാസമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. അതിൽ എത്രത്തോളം നിയമസാധുത ഏത് പക്ഷത്തിനാണെന്ന് എന്നത് കോടതിയുടെ പരിഗണനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കൃത്യമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ആക്ട് 6 പ്രകാരം ഇത്തരത്തിലൊരു ഈ VC താൽക്കാലിക VCയുടെ അസാന്നിധ്യത്തിൽ മറ്റൊരു സീനിയർ അംഗത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് നിയമസാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ എടുത്തൊരു തീരുമാനമാണ്. മാത്രമല്ല ഈ ഒരു സസ്പെൻഷൻ നടപടി നേരിടുന്ന ഉദ്യോഗസ്ഥന്റെ ഭാഗം കേൾക്കാനും VC തയ്യാറായിട്ടില്ല. അങ്ങനെ വളരെ കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഒരു സസ്പെൻഷൻ നടപടി അവർ പിൻവലിച്ചു, സിൻഡിക്കേറ്റ് യോഗത്തിൽ പിൻവലിക്കുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ VCയുടെ ഭാഗം തികച്ചും വ്യത്യസ്തമായിരുന്നു. താൻ പിരിച്ചുവിട്ട യോഗത്തിലെടുത്ത കാര്യങ്ങൾക്ക് നിയമസാധുതയില്ല. അത്തരത്തിലുള്ള ഒരു പാർട്ടി മീറ്റിംഗ് പോലെയുള്ള ഒരു കാര്യങ്ങളാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ തുടരുന്നത് എന്ന് പറഞ്ഞായിരുന്നു VC അവിടെ നിന്നും ഇറങ്ങിപ്പോന്നത്. ഒപ്പം തന്നെ BJP അംഗങ്ങളും ഇത്തരത്തിൽ ആ യോഗത്തിൽ നിന്ന് പിന്നീട് വിട്ടുനിന്നു. ഇത്തരത്തിൽ രണ്ട് ചേരി തിരിഞ്ഞിട്ടുള്ള പക്ഷത്തിലേക്ക് ഈ കാര്യം ഭാരതാംബ വിഷയം മുന്നോട്ട് പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണെങ്കിൽ മാത്രമാണ് ഇതിന് എത്രത്തോളം നിയമസാധ്യത, ഏത് പക്ഷത്തിന്റെ ഭാഗത്താണ് കൂടുതൽ നിയമസാധ്യത, ഈ ഒരു സസ്പെൻഷൻ നിലനിൽക്കുമോ, അദ്ദേഹത്തിന് ജോലിയിൽ തുടരാൻ കഴിയുമോ എന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം ലഭിക്കാൻ കഴിയുള്ളൂ. കൂടുതൽ വിവരങ്ങൾ കോടതിയുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക. ശ്രീജ, ശരി, പ്രതിഷേധം ഇന്നും തുടരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡാനി പോൾ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഏവരും ഉറ്റുനോക്കുന്നത് ഹൈക്കോടതിയിലേക്കാണ്. രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് ഈ കേരള സർവകലാശാലയിലെ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട തർക്കമാണ്. രജിസ്ട്രാർ ഈ ഹർജി പിൻവലിക്കാൻ ആലോചിക്കുമ്പോഴും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴുണ്ടായ പരാമർശങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. രജിസ്ട്രാറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ ഭാരതാംബയുടെ ചിത്രത്തിന് എന്താണ് ദേശവിരുദ്ധത എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് പിൻവലിക്കാൻ കോടതി അങ്ങനെ അനുവദിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, അവിടെ നിന്നുണ്ടാവുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഇപ്പോൾ നടക്കുന്ന ഈ തർക്കത്തിനൊരു അവസാനം. എന്താണ് നമ്മൾ കോടതിയിൽ പ്രതീക്ഷിക്കുന്നത്? കോടതി കേസ് പരിഗണിക്കുമ്പോൾ എടുക്കുന്ന ഓരോ നടപടികളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ പരാമർശം പോലും അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിനനുസരിച്ച് മാത്രമേ ആനുപാതികമായ തീരുമാനങ്ങൾക്ക് പ്രസക്തിയുള്ളൂ, സാധുതയുള്ളൂ. നേരത്തെ തന്നെയും ഇതിലിപ്പോൾ അനിൽകുമാർ, രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഹർജി പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം വരുന്നത്. ജസ്റ്റിസ് N നഗരേഷിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഈ ഹർജി പരിഗണിക്കുമ്പോൾ താൻ ഇത് പിൻവലിക്കുന്ന കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്യും. അതിൽ കോടതി എന്ത് നിലപാടെടുക്കുമെന്ന് തന്നെയാണ് ഇന്ന് അറിയേണ്ടത്. അതോടൊപ്പം തന്നെ VC കോടതിക്ക് ഇത് സംബന്ധമായ കാര്യങ്ങൾ വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെനറ്റ് ഹാളിന് പുറത്തുണ്ടായ ക്രമസമാധാന പ്രശ്നത്തേക്കുള്ള വിശദാംശങ്ങളും കോടതിക്ക് അറിയേണ്ടതുണ്ട്. പോലീസായിരിക്കും ഇക്കാര്യം കോടതിയെ അറിയിക്കുക. നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നത് സസ്പെൻഷൻ നടപടി സ്വീകരിക്കാൻ സർവകലാശാല VCക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു അനിൽകുമാർ ഹർജി സമർപ്പിച്ചിരുന്നത്. നടപടിയെടുക്കാൻ സർവകലാശാല സിൻഡിക്കേറ്റിനാണ് അധികാരം, സാങ്കേതികപരമായി സിൻഡിക്കേറ്റിനാണ് അധികാരം. അതുകൊണ്ട് തന്നെ ഈ നടപടി നിലനിൽക്കുന്നതല്ല എന്ന് അദ്ദേഹം
പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഹർജി പരിഗണിക്കവേ നടപടി സ്റ്റേ ചെയ്യാനും ഹൈക്കോടതി ആ ഘട്ടത്തിൽ വിസമ്മതിച്ചിരുന്നതാണ്. ഈ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇനി ആയിരുന്നില്ല എന്ന് കോടതി രജിസ്ട്രാറെ വിമർശിക്കുകയും എല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ചെയ്തതാണ്. എന്തായാലും കോടതി നടപടികൾ നിർണായകമാണ്. കോടതി അത് ഏത് രീതിയിൽ പരിഗണിക്കുന്നതാണ്. പ്രത്യേകിച്ച് രൂക്ഷമായ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം തന്നെ വിഷയമാകുന്നത്. ഏതായാലും ആ നടപടി എന്താണ് കോടതി സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ശ്രീജ, തീർച്ചയായും കഴിഞ്ഞ ദിവസം ഉണ്ടായ പരാമർശങ്ങളാണ് ഏറ്റവും നിർണായകമായ കാര്യമായി മാറുന്നത്. VC-ക്ക് സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ട് എന്ന നിലപാടാണ് അന്ന് കോടതി സ്വീകരിച്ചത്. രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിൽ രജിസ്ട്രാർക്ക് വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. പ്രത്യേകിച്ച് ആ പരിപാടിയിൽ എന്തായിരുന്നു സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെ ബാധിക്കുന്ന തരത്തിൽ എന്തായിരുന്നു ഭാരതാംബയുടെ ചിത്രത്തിലുണ്ടായ പ്രശ്നം എന്നതടക്കമുള്ള ജസ്റ്റിസ് നഗരേഷിന്റെ പരാമർശങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് ഇന്ന് ഈ ഹർജി പിൻവലിക്കാനായി വീണ്ടും KS അനിൽകുമാർ കോടതിയിലേക്ക് എത്തുന്നത്. അത് പരിഗണിക്കുമ്പോൾ എന്തുണ്ടാകും എന്നതുകൂടി അറിയേണ്ടതാണ്. ഡാനി, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി കിട്ടേണ്ടതുണ്ട്. അതിലേക്ക് വരാം. അത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇനി സംസ്ഥാനത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സജീവമാവുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ ഇതാ KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന വാർത്തയാണ് വരുന്നത്. 4 DCC അധ്യക്ഷന്മാരെ നിലനിർത്തിക്കൊണ്ടാകും പുനഃസംഘടന. ബുധനാഴ്ച ഡൽഹിയിലെത്തുന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ AICC നേതൃത്വവുമായി അവസാനവട്ട ചർച്ച നടത്തും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാർട്ടിയെ സംഘടനാ തലത്തിൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനുള്ള ഹൈക്കമാൻഡ് തീരുമാനം. എറണാകുളത്ത് മുഹമ്മദ് ഷിയാസിനെയും തൃശൂരിൽ ജോസഫ് ടാജറ്റിനെയും കോഴിക്കോട് K പ്രവീൺകുമാറിനെയും മലപ്പുറത്ത് VS ജോയിയെയും അധ്യക്ഷ സ്ഥാനങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് 10 ഇടങ്ങളിലെ DCC അധ്യക്ഷന്മാരെ മാറ്റാനാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതേസമയം തൃശൂർ ഒഴികെ മറ്റിടങ്ങളിലെല്ലാം പുനഃസംഘടന വേണമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം. സംഘടനാ തലത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന തിരുവനന്തപുരത്ത് DCC അധ്യക്ഷ സ്ഥാനത്ത് പാലോട് രവിയെ നിലനിർത്തണമെന്ന് ജില്ലയിൽ നിന്നുള്ള 2 മുതിർന്ന നേതാക്കൾ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാറ്റമുണ്ടായാൽ സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി VS ശിവകുമാറിന്റെ പേരിനാകും മുൻഗണന ലഭിക്കുക. കൊല്ലത്ത് CR മഹേഷ്, സൂരജ് രവി തുടങ്ങിയ പേരുകൾ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ആലപ്പുഴയുടെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല കടുംപിടുത്തം തുടരുന്നതാണ് പുനഃസംഘടന അനിശ്ചിതത്വത്തിലായിരിക്കുന്നതെന്നാണ് സൂചന. ബുധനാഴ്ച ഡൽഹിയിലെത്തുന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി അന്തിമ ചർച്ചകൾ നടത്തിയ ശേഷമാകും ഭാരവാഹികളുടെ പട്ടികയ്ക്ക് അംഗീകാരം നൽകുക. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഹർജി സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളുടെ ദുരവസ്ഥയെ സംബന്ധിച്ചാണ്. ഈ കാര്യത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. അടിസ്ഥാന സൗകര്യവും ഉപകരണങ്ങളും ഉറപ്പുവരുത്തണം, ഫലപ്രദമായ ഭരണനിർവഹണത്തിനായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹർജി വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിന് പിന്നാലെ സമാനമായ രീതിയിൽ കെട്ടിടങ്ങളുടെ ദുരവസ്ഥ കാണിക്കുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കോടതി വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് ഏറെ നിർണായകമാണ്. അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രി 12:15 മന്ത്രിക്കെതിരെ പാലക്കാട്ട് പ്രതിഷേധമുണ്ടായി. കണ്ണാടി കാഴ്ചപ്പറമ്പിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് മന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി വീശിയത്. നിപ അവലോകനത്തിനായി പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്നു മന്ത്രി. ഇന്ന് അവലോകന യോഗത്തിൽ മന്ത്രി എത്തുമ്പോഴും പ്രതിഷേധമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് സുന്നത്ത് കർമ്മത്തിനായി അനസ്തേഷ്യ കൊടുക്കുന്നതിനിടെ കുഞ്ഞ് മരിച്ചു. 2 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. കോഴിക്കോട് കാക്കൂരിലെ കോപ്പറേറ്റീവ് ക്ലിനിക്കിൽ വെച്ചാണ് സംഭവം. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ലോക്കൽ അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് കുട്ടിക്ക് ശ്വാസതടസ്സമുണ്ടായി. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും
മരണം സംഭവിക്കുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ, അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ? പാലക്കാട് തച്ചനാട്ടുകരയിൽ നിപ്പ സ്ഥിരീകരിച്ച യുവതി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് യുവതി. യുവതിയുടെ ബന്ധുവായ ഒരു കുട്ടിക്ക് കൂടി പനി ബാധിച്ചതോടെ പനി ബാധിതരുടെ എണ്ണം 4. എന്നാൽ പ്രാഥമിക പരിശോധനയിൽ കുട്ടികളുടെ ഫലം നെഗറ്റീവാണ്. പാലക്കാട്ട് ഇന്ന് അവലോകന യോഗം ചേർന്നേക്കും. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ആശങ്കയുടെ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഏറ്റവും അടുത്ത ബന്ധു ആ കുട്ടിയുടെ ഫലം നെഗറ്റീവാണ് എന്നത് ആശ്വാസകരമാണ്. ഇപ്പോൾ ഈ യുവതിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? എങ്ങനെയൊക്കെയാണ് ചികിത്സ നടക്കുന്നത്? ഗുഡ് മോർണിംഗ് ശ്രീജ. പാലക്കാട്, മലപ്പുറം ജില്ലകൾ ശരിക്കും ഒരു നിപ്പയുടെ ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തച്ചനാട്ടുകര നിപ്പ ബാധിച്ച യുവതിയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ളതാണ്. ആ കുട്ടി 38-കാരിയായ യുവതി ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ്. അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോഴും ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസത്തെ അതേ നില തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതുപോലെ തന്നെ 173 പേരാണ് ഈ ഒരു തച്ചനാട്ടുകര യുവതിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. അതിൽ ആദ്യ
ഏറ്റവും അടുത്തിടപഴകിയ അല്ലെങ്കിൽ സമ്പർക്ക പട്ടികയിലുള്ള ലക്ഷണങ്ങളുള്ള അവരുടെ പരിശോധനാ ഫലങ്ങളിൽ ഒന്ന് നെഗറ്റീവാണ് എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന ഒരു കാര്യം. ഇതിൽ കൂടുതൽ പേർ ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് ഇവരുടെ സ്രവ പരിശോധന നടത്തുക. അപ്പോൾ അത്തരത്തിൽ ലക്ഷണങ്ങളുള്ളവരെ മാത്രമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതുപ്രകാരം ആദ്യത്തെ ഫലം നെഗറ്റീവാണ് എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കൂടുതൽ പേർ ലക്ഷണം 4 പേർ ഇതിനോടകം തന്നെ പനിയുള്ളവരാണ്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില ആശങ്കപ്പെടുന്ന സാഹചര്യമല്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ രോഗലക്ഷണങ്ങൾ എപ്രകാരമുണ്ട് എന്നതിനനുസരിച്ചായിരിക്കും അവരുടെ സാമ്പിളുകൾ ശേഖരിക്കുക. അതുപോലെ തന്നെ മലപ്പുറം മങ്കടയിലെ 19കാരി നിപ്പ ബാധിച്ച് മരിച്ച 19കാരി അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരിശോധനയും അതിൻ്റെ വിവരശേഖരണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 241 പേരാണ് മലപ്പുറം ജില്ലയിൽ ഈ രോഗിയുമായി സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. അതിൽ തന്നെ 3 പേരുടെ സ്രവ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണ്. അതും ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിപ്പയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്തിടപഴകിയ ആളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആകുന്നു എന്നുള്ളതാണ്. അതുപ്രകാരം നിലവിൽ മലപ്പുറത്തും പാലക്കാടും ആരും തന്നെ ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരും തന്നെ പോസിറ്റീവ് ആയിട്ടില്ല എന്നുള്ളതാണ് നിപ്പ ഇത് നിയന്ത്രണ വിധേയമാണ് എന്ന സൂചനകൾ തരുന്നത്. എന്താണെങ്കിലും ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും 2 ആഴ്ച കൂടി ഈ ഒരു സാഹചര്യം തുടരേണ്ടതുണ്ട്. ഇവരുമായി ഈ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരും ഐസൊലേഷനിലാണ് പോകേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട അവസ്ഥയില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. യുവതിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. മോണോക്ലോണൽ ആൻറ്റിബോഡി ഉൾപ്പെടെയുള്ള ചികിത്സ നൽകുന്നുണ്ട്. പക്ഷേ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ, അതും ഏറ്റവും അടുത്ത് ഇടപഴകിയവരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ് എന്നത് ആശ്വാസകരമാണ്. യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഹാങ്കർ യൂണിറ്റിലേക്ക് മാറ്റിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35Bയുടെ അറ്റകുറ്റപ്പണികൾ ഇന്ന് തുടങ്ങും. ബ്രിട്ടനിൽ നിന്ന് പ്രത്യേക വിമാനത്തിലെത്തിയ 17 അംഗ വിദഗ്ധ സംഘമാണ് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. ദൗത്യം പരാജയപ്പെട്ടാൽ യുദ്ധവിമാനം ചിറകുകൾ ഊരിമാറ്റി എയർലിഫ്റ്റ് ചെയ്യാനാണ് പദ്ധതി. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, ഇന്നലെ വിമാനം പൂർണ്ണ സജ്ജമായി വരുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇന്നലെ ഇവരെത്തിയ ശേഷം പരിശോധന ആരംഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന പുതിയ വിവരങ്ങൾ? തീർച്ചയായും ശ്രീജ, ഇന്നലെ തന്നെ പരിശോധനകൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ദിവസങ്ങളായി 20 ദിവസത്തോളമായി ഈ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു F-35 വിമാനത്തിൻ്റെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റുക എന്നതാണ് ഈ ഒരു പ്രത്യേക ഈ വിദഗ്ധ സംഘത്തിൻ്റെ ലക്ഷ്യം. മാത്രമല്ല ഇതൊരു പ്രവർത്തിപ്പിച്ച് ഈ പറത്തിക്കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ പരിഹരിക്കാൻ ഈ ഒരു വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള സംഘത്തിനും മറ്റ് എഞ്ചിനീയർമാർക്കും സാധിച്ചിരുന്നില്ല. അതിനുശേഷം ഒരു പ്രത്യേക സംഘത്തെ ബ്രിട്ടനിൽ നിന്നും എത്തിക്കുകയായിരുന്നു. ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഹൈഡ്രോളിക് സംവിധാനത്തിൻ്റെ തകരാർ എത്രയും പെട്ടെന്ന് പരിഹരിക്കുക, അതിനുശേഷം ഇവിടെ നിന്നും വിമാനം എത്രയും പെട്ടെന്ന് മാറ്റുക. കാരണം ഒരു അഭിമാന പ്രശ്നം എന്ന തരത്തിലേക്ക് ഈ ഒരു കാര്യം മാറിയിട്ടുണ്ട്. കാരണം ഈ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയുള്ള ഒരു വിമാനം ഇങ്ങനെ ഒരു മറ്റൊരു രാജ്യത്ത് കുടുങ്ങിക്കിടക്കുക എന്ന് പറയുന്നത് അത് അവരുടെ പ്രതിരോധ സംവിധാനത്തിനും മറ്റും വളരെ കളങ്കം വരുത്തുന്നൊരു സംഭവമാണ്. മാത്രമല്ല ഈ ഒരു യന്ത്ര തകരാർ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നത് ഈ ഒരു വിമാന നിർമ്മാണ കമ്പനി ലോക്കി ഹെഡ് എന്നുള്ള ഒരു വിമാന കമ്പനിയുടെയും ഈ ഒരു റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു. കാരണം ഈ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ഈ ഒരു F-35B എന്ന വിമാനം നിർമ്മിച്ചിരിക്കുന്നത്. ആ കമ്പനിയുടെ വിദഗ്ധ സംഘവും ഈ ഒരു 17 അംഗ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ബ്രിട്ടനിൽ നിന്നുള്ള ഈ ഒരു സംഘവും എഞ്ചിനീയറിംഗ് സംഘവും മാത്രമല്ല, ഇതിനൊപ്പം തന്നെ ഈ ഒരു വിമാന നിർമ്മാണ കമ്പനിയുടെ വിദഗ്ധ സംഘവും കൂടി ഒരുമിച്ചാണ് ഈ ഒരു സംഘത്തിലുള്ളത്. ഇവരുടെ പ്രത്യേക പരിശോധനയ്ക്ക് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ രീതിയിലുള്ള തകരാറുകളുണ്ട്, അത് എങ്ങനെയൊക്കെ പരിഹരിക്കാമെന്ന് പരിശോധിച്ച ശേഷം കൃത്യമായ പഠനത്തിന് ശേഷം മാത്രമായിരിക്കും ഇതിനെ തകരാർ പരിഹരിക്കുന്ന ഘട്ടത്തിലേക്ക് കിടക്കുക. അതിനുശേഷം പരമാവധി ഇത് ഇവിടെ നിന്ന് പറത്തിക്കൊണ്ടുപോകാനുള്ളൊരു ശ്രമങ്ങൾ നടത്തിയതിനു ശേഷമായിരിക്കും. കാരണം ഇത് ഇനി അഴിച്ചു മാറ്റി ഘട്ടഘട്ടമായി കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ ഇതിനും സമയമെടുക്കും. അത്രയും കാലതാമസവും ചെലവുമുണ്ട്. അതിന് പകരം ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ച് ഇവിടെ നിന്ന് പറത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. ശ്രീജ, ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. വിദഗ്ധ സംഘം വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും എങ്ങനെ വേണം ഈ വിമാനത്തിനെ തിരിച്ചു കൊണ്ടുപോകുന്നത്, അത് പറത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന അവസ്ഥയിലാണോ അല്ലെങ്കിൽ മറ്റെന്ത് വഴി എന്നതൊക്കെ തീരുമാനിക്കുന്നത് ഈ വിശദമായ പരിശോധനയിലായിരിക്കും. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ
ശക്തമായി അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി. ബ്രസീലിലെ റിയോ ഡി ജനറോയിൽ നടക്കുന്ന ബ്രിക്സിന്റെ 17ാം ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഷയം ഉന്നയിച്ചത്. ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെയും ബ്രിക്സിൽ വിമർശനമുയർന്നു. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, മിക്കവാറും രാജ്യങ്ങളൊക്കെ ഇന്ത്യക്ക് അന്ന് തന്നെ പിന്തുണ അറിയിച്ചതാണ്. ഇപ്പോൾ ബ്രിക്സ് പോലൊരു വേദിയിൽ ഈ വിഷയം ഉന്നയിക്കുന്നതിലൂടെ ഇന്ത്യ എന്തായിരുന്നു ലക്ഷ്യമിട്ടത്? അത് സാധിച്ചോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്നലെ അവസാനിച്ച ബ്രിക്സ് ഉച്ചകോടിയിലാണ് പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചത്. ഇന്ത്യ ഈ വിഷയം ഉന്നയിച്ചു. ബ്രിക്സ് ഉച്ചകോടി ഒന്നാകെ ആ വികാരം പങ്കിട്ടു. റിയോ ഡി ജനറോയിലായിരുന്നു ബ്രിക്സിന്റെ 17ാം ഉച്ചകോടി നടന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വന്നത് ട്രംപിന്റെ താരിഫ് നയങ്ങളാണ്. അതിനെതിരെയും ബ്രിക്സിൽ വലിയ വിമർശനങ്ങളാണ് ഉണ്ടായത്. ഷംന വിവരങ്ങളുമായി. ഷംന, വിശദാംശങ്ങൾ. ശ്രീജ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഈ പഹൽഗാം ഭീകരാക്രമണ വിഷയം ഉന്നയിച്ചത്. അതിനുശേഷം ബ്രിക്സ് ഉച്ചകോടിയിൽ ഉണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളും ഭീകരാക്രമണത്തെ ശക്തമായി തന്നെ അപലപിച്ചു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ ആത്മാവിനും അന്തസ്സിനും മേൽ വന്ന് പതിച്ച ഭീകരാക്രമണമായിരുന്നു, അതുകൊണ്ട് തന്നെ അതിനെ അപലപിക്കണം. ഒപ്പം എന്നും ഇന്ത്യ സമാധാനത്തിന്റെ ഭാഗത്താണ്. അത്തരം ചർച്ചകൾ നടത്താൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നും ഇന്ത്യയുടെ മാത്രമല്ല മറ്റ് ലോകരാജ്യങ്ങളുടെ കൂടി സമാധാനത്തിന് വേണ്ടി എപ്പോഴും ആ ഒരു സംഭാഷണം നിലനിർത്താനാണ് ഇന്ത്യ ശ്രമിച്ചത്. പക്ഷേ ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ പ്രഹരമേൽപ്പിക്കാൻ തരത്തിലുള്ളതായിരുന്നു ആക്രമണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഒപ്പം തന്നെ അന്ന് ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഒപ്പം നിന്ന എല്ലാ രാജ്യങ്ങൾക്കും മോദി നന്ദി പറയുകയും ചെയ്തു. എന്തായാലും ഈ ഉച്ചകോടിക്കിടെ ഭീകരാക്രമണത്തെയും ഒപ്പം ഭീകരാക്രമണ നടത്തുന്ന രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് ധനസഹായം ഉൾപ്പെടെ നൽകുന്ന രാജ്യങ്ങൾക്കെതിരെയും ശക്തമായി തന്നെയാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ വിമർശനം ഉയർന്നത്. ഒപ്പം തന്നെ ഇത്തരം ആക്രമണങ്ങളെ ശക്തമായി ഈ രാജ്യങ്ങൾ ബ്രിക്സിലുള്ള രാജ്യങ്ങൾ ശക്തമായി തന്നെ ഇതിനെ എതിർക്കും. അതിനുള്ള പ്രതിബദ്ധത കൂടി ഈ രാജ്യങ്ങൾക്കുണ്ട് എന്നുകൂടി ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ന് പറയുകയുണ്ടായി. ഒപ്പം തന്നെ മറ്റൊരു വിമർശനം ഉണ്ടായിരുന്നത് ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെയായിരുന്നു. അതായത് ട്രംപ് ഏകപക്ഷീയമായാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഇത് നിയമവിരുദ്ധമാണെന്നും ഈ താരിഫ് നയങ്ങൾ നേരത്തെ തന്നെ എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന, സാമ്പത്തിക പരമായി തന്നെ വലിയ രീതിയിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ബുദ്ധിമുട്ടാകുന്ന ഒരു നയമാണ്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് പോലും വീണ്ടും ആ ഒരു താരിഫ് നയവുമായാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. ഇത് ട്രംപിന്റെ ഏകപക്ഷീയമായ നിലപാടാണ്, ഇത് നിയമവിരുദ്ധമാണ്, ഇതിനെ ശക്തമായി തന്നെ എതിർക്കുന്നു എന്നുകൂടി ഇന്ന് ബ്രിക്സ് ഉച്ചകോടിയിൽ വിമർശനമുണ്ടായിരുന്നു. ട്രംപിനെതിരെയും വിമർശനമുണ്ടായിരുന്നു. അങ്ങനെ ഇതുവരെ ഇപ്പോൾ 17ാം ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമായും ഈ രണ്ട് വിഷയങ്ങളാണ് ഉച്ചകോടിയിൽ ഉയർന്നത്. ശ്രീജ, ഭീകരവാദം മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയാണ് എന്ന വാദമാണ് ഇന്ത്യ ബ്രിക്സ് ഉച്ചകോടിയിൽ ഉന്നയിച്ചത്. ഒപ്പം അങ്ങനെ ഭീകരവാദം നടത്തുന്ന ആളുകളെ ഉപരോധിക്കാൻ യാതൊരു മടിയും കാണിക്കരുത് എന്ന ആവശ്യവും കൂടി ഇന്ത്യ ഈ വേദിയിൽ ഉന്നയിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ വികാരം മുഴുവൻ അതിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. വിവരങ്ങളാണ് ആയിഷത്തുൽ ഷംന നൽകിയത്. നമ്മളെല്ലാം വളരെ വിഷമത്തോടെ കേട്ടൊരു വാർത്തയായിരുന്നു. പ്രസവശേഷം ഒരു കുഞ്ഞിനെ ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് പോയത്. പിന്നീട് വളരെ നാടകീയമായി ഈ മാതാപിതാക്കൾ തിരിച്ചെത്തുകയും അവർ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോകാൻ താല്പര്യം കാണിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ മാതാപിതാക്കൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ച പെൺകുഞ്ഞ് തിരികെ ജാർഖണ്ഡിലേക്ക് പോവുകയാണ്. അന്ന് നമുക്ക് ഓർമ്മയുണ്ടാവും, കേരളത്തിന് കിട്ടിയ നിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി നിധി എന്ന ആ കുഞ്ഞിന് പേരിട്ടിരുന്നു. അവൾ ജാർഖണ്ഡിലേക്ക് മടങ്ങുന്നു. ജാർഖണ്ഡ് CWCയുടെ സംരക്ഷണയിലായിരിക്കും ഈ കുഞ്ഞ് ഇനി ഉണ്ടാവുക. കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലം മാതാപിതാക്കൾക്കില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജാർഖണ്ഡ് CWCക്ക് കുഞ്ഞിനെ കൈമാറുന്നത്. അല്പസമയത്തിനകം കുഞ്ഞുമായി ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ പോകും. ഇപ്പോൾ നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ നിധി എന്ന ആരോഗ്യമന്ത്രി വിളിച്ച ആ കുഞ്ഞിനെയാണ്. കേരളം ഏറെ അരുമയോടെ ഏറ്റെടുക്കുകയും വാത്സല്യത്തോടെ വളർത്തുകയും എല്ലാം ചെയ്ത, ഏറെ ചേർത്ത് വെച്ച നിധി, ജാർഖണ്ഡ് സ്വദേശികളുടെ മകൾ
നിധി എന്ന പേരും മലയാളം നൽകിയതാണ്. നിധി ഇന്ന് ജാർഖണ്ഡിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇത്രയും നാളും CWC ആയിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത്. അവരെ സുരക്ഷാ ചുമതല അടക്കം ഉള്ള കാര്യങ്ങൾ CWC ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ CWC കൈമാറുന്നു അല്ലേ ജാർഖണ്ഡിലേക്ക്? ജാർഖണ്ഡ് CWC കുട്ടിയെ കൈമാറുന്നു. കാലം നമ്മൾ വളരെ അതായത് നമ്മുടെ മരണത്തിൻ്റെ ഒരു അവസ്ഥയിൽ നിന്നാണ് കുഞ്ഞിന് ഒരു പുനർജീവൻ കൊടുക്കുന്നത്. അതിൽ സന്തോഷമുണ്ട്. കാരണം മരണത്തിലേക്ക് പോയ കുഞ്ഞിനെയാണ് നമ്മൾ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവന്നത്. അതിൽ സന്തോഷമുണ്ട്. ഒപ്പം ചെറിയൊരു ദുഃഖം, കാരണം കുഞ്ഞ് പോകാനുള്ള ഒരു ദുഃഖം കൂടി ഉണ്ട്. കാരണം പക്ഷേ അറ്റ് ദ സെയിം ടൈം കുഞ്ഞിൻ്റെ വളർച്ചയിൽ ആവശ്യമാണ്. കുഞ്ഞിൻ്റെ കളച്ചൽ എങ്ങനെയാണ് ഈ ദിവസം വളരെ പ്രത്യേകതകളുള്ളതാണ് അല്ലേ? ആണ്. ഇതൊരു അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ്. വനിതാ ശിശുവികസന വകുപ്പ് ഏറ്റെടുത്ത കുഞ്ഞിനെ ഇത്രനാളും പരിപാലിച്ച് ഇന്ന് അവളുടെ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നതിന്റെ ഭാഗമാകുന്നതിൽ നല്ല സന്തോഷമുണ്ട്. ഇപ്പം ഇത്രനാളും ഞങ്ങൾ നോക്കിയിട്ട് ഒരു ആത്മബന്ധത്തിന്റെ പിരിയുന്നതിന്റെ ഒരു വിഷമം കൂടിയാണ്. അവർ സൂചിപ്പിക്കുന്നതെല്ലാം തന്നെ വളരെ കൃത്യമാണ്. കാരണം വളരെ ആത്മബന്ധമായിട്ട് അവരെ കൊണ്ടു നടക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇത്രക്കാലം എല്ലാ കാര്യങ്ങളിലും ശുശ്രൂഷകളും കാര്യങ്ങളും എല്ലാം തന്നെ നടത്തുന്നു. ഇനിയിപ്പോൾ CWC ജാർഖണ്ഡ് CWC ആണ് ഇതിൽ തീരുമാനമെടുക്കുക. കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ടതാണ് ഒരു ഘട്ടത്തിൽ. പിന്നീട് സംസ്ഥാന CWC സർക്കാർ ഇതിൻ്റെ നേതൃത്വത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. പിന്നീട് അവർ അപേക്ഷ നൽകി, തങ്ങൾക്ക് വിട്ടു നൽകണമെന്ന് അപേക്ഷ നൽകി. കോട്ടയം ഒരു ഫിഷ് ഫാമിലായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് തങ്ങൾ കുട്ടിയെ ഉപേക്ഷിച്ചതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ വസ്തുതാപരമായ അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. അവർ അപേക്ഷ പരിഗണിക്കുമ്പോൾ പോലും അതിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തി മാത്രമേ ആ കാര്യങ്ങൾ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ എന്നുമാണ് വ്യക്തമാക്കിയത്. ഏതായാലും ഈ കാര്യങ്ങളിൽ കൃത്യമായൊരു ഇടപെടലാണ് സംസ്ഥാന സർക്കാരും CWC നടത്തിയത്. ഇന്ന് നിധി യാത്രയാകുകയാണ് ജാർഖണ്ഡിലേക്ക്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. അല്പം മുൻപ് ഡാനി തയ്യാറാക്കിയ റിപ്പോർട്ടായിരുന്നു ഇത്. ഇപ്പോൾ ഡാനി തത്സമയം ചേരുന്നുണ്ട്. ഡാനി, എത്രയൊക്കെ സുരക്ഷിതമാണെന്ന് പറഞ്ഞാലും കേരളത്തിലെ CWC, പ്രത്യേകിച്ച് എറണാകുളത്തെ CWC പ്രവർത്തകരെ സംബന്ധിച്ച് ഇതൊരു വിഷമമുള്ള ദിവസമാണ്. പക്ഷേ ആ സംസ്കാരത്തിൽ തന്നെ അവൾ വളരട്ടെ എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. നേരത്തെ യാത്രയ്ക്ക് ഒരുങ്ങിയവരെ കണ്ടു. എപ്പോഴാണ് അവരുടെ യാത്ര തുടങ്ങുന്നത്? എന്താണ് വിവരങ്ങൾ? ട്രെയിനകത്തേക്ക് അവരെല്ലാവരും തന്നെ ട്രെയിനകത്തേക്ക് കയറി അല്പസമയം മുൻപായിരുന്നു അത്. കുട്ടിയും അതോടൊപ്പം തന്നെ ഇവിടുന്ന് അനുഗമിക്കുന്ന സംഘവും CWCയുടെ സംഘവും എല്ലാം തന്നെ ട്രെയിനകത്ത് നിലവിൽ കയറി കഴിഞ്ഞിട്ടുണ്ട്. 5 അംഗ സംഘമാണ് ഇവിടെ നിന്ന് അനുഗമിക്കുന്നത്. അവരെല്ലാവരും ട്രെയിനകത്തേക്ക് കയറി വൈകാതെ തന്നെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്സിലേക്ക് അവിടേക്ക് പോവുകയും ചെയ്യുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വം കടമയെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഇനിയിപ്പോൾ എന്നാണ് അവിടേക്ക് എത്തുക? നമ്മുടെ ഇപ്പോൾ വനിതാ ശിശു വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരും പോലീസും കൂടിയാണ് ഇപ്പോൾ റീപാട്രിയേഷൻ ചെയ്യുന്നത്. CWCയുടെ നിർദ്ദേശപ്രകാരം കുട്ടിയെ നമ്മൾ അവിടുത്തെ ജാർഖണ്ഡ് CWCയിലേക്ക് കൈമാറും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് നിധിയെ നമ്മൾ കൈമാറും. പിന്നെ അവർക്ക് തീരുമാനിക്കാം എങ്ങനെയാണ് ബാക്കി നടപടികളെന്ന്. ഇത്രകാലം അവളെ ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന വലിയ സത്യം. കാര്യം നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പ് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടി. അതേപോലെ തന്നെ നമ്മുടെ ഹോമിലെ കെയർ ടേക്കർമാരും നല്ല 6 മാസം കുട്ടിയെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്. അവർക്കും താങ്ക് യു. എല്ലാവർക്കും, കേരളത്തിനും എല്ലാവർക്കും നന്ദി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് നിറഞ്ഞ സന്തോഷവും സ്നേഹവും എല്ലാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെയുണ്ട്. കാരണം ഇവിടെ നിന്ന് ഇനി പോകുന്നത് സ്വദേശത്തേക്കാണ്. ഏതായാലും അവിടേക്ക് ചെല്ലുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടി തന്നെ അവിടെ സ്വന്തം നാട്ടിലേക്ക് എത്തുന്നു. പക്ഷേ അവിടെ മാതാപിതാക്കളുടെ ഒരു അപേക്ഷയും കാര്യങ്ങളും എല്ലാം തന്നെ മുന്നിലുണ്ടെങ്കിൽ കൂടിയും അതിൽ തീരുമാനമെടുക്കുക ജാർഖണ്ഡ് CWC ആയിരിക്കും. പ്രത്യേകിച്ച് അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടി വരുന്നത് അവരുടെ ഒരു സാമ്പത്തികമായ ചുറ്റുപാടുകൾ മാത്രമല്ല, സാമൂഹ്യപരമായ ചുറ്റുപാടുകളും കാര്യങ്ങളും എല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത്തരം അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അതിലൊരു ഉത്തരവാദിത്വപൂർണ്ണമായ കൃത്യമായ രീതിയിലുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഇതിനു മുൻപ് അവർ സമീപിച്ചപ്പോൾ ആ രീതിയിലേക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. കാരണം അതിനൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഉപേക്ഷിക്കപ്പെട്ടതാണ്. ആ സാഹചര്യങ്ങളെല്ലാം തന്നെ
പറഞ്ഞതാണ്. അതുകൊണ്ട് ഇനി ആ രീതിയിലൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് അനുവദിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ആ കുട്ടിയുമായിട്ട് യാത്ര തിരിക്കും. ഏതായാലും അത്തരം കാര്യങ്ങളിൽ ഇതുവരെ അവർ ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ജാർഖണ്ഡിലേക്കുള്ള യാത്രയാണ്. കേരളം അരുമയോടെ ചേർത്ത് വെച്ച നിധി ജാർഖണ്ഡിലേക്ക് യാത്ര തിരിക്കുന്നു. അവിടെ അതിൽ കുട്ടിയെ കൈമാറുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവർ ജാർഖണ്ഡ് CWC തീരുമാനിക്കുകയും ചെയ്യും. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ധൻപാദ് എക്സ്പ്രസിൽ പോകുന്നത് കേരളം നിധി എന്ന് സ്നേഹത്തോടെ വാത്സല്യത്തോടെ വിളിച്ച ഒരു കുഞ്ഞു ജീവനാണ്. പ്രിമച്ചുറായി മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞിനെ അച്ഛനും അമ്മയും നിയോനേറ്റൽ ICUവിൽ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് കുഞ്ഞിനെ വളർത്താൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് അന്ന് അങ്ങനെ ഉപേക്ഷിച്ചത് എന്ന് പിന്നീട് അവർ പറയുകയുണ്ടായി. അവർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ അവൾ സുരക്ഷിതയായി തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ഇവിടെ കേരളത്തിൽ കഴിഞ്ഞു. ഇപ്പോൾ ജാർഖണ്ഡ് CWCയുടെ സംരക്ഷണയിലേക്ക് കുഞ്ഞിനെ കൈമാറുകയാണ്. ഇവിടെ നിന്നുള്ള അംഗങ്ങൾ 5 അംഗ സംഘം ജാർഖണ്ഡിലെത്തി കുഞ്ഞിനെ കൈമാറും. പിന്നീട് ഈ മാതാപിതാക്കൾക്ക് കുഞ്ഞിനെ കൈമാറണോ എന്നത് ജാർഖണ്ഡ് CWCയുടെ വിവേചനാധികാരത്തിലായിരിക്കും തീരുമാനിക്കുക. ഡാനി പോളാണ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നിധിക്ക് ഒരു നല്ല ജീവിതം, സുരക്ഷിതമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കേരളം നൽകിയ പേര് പോലെ അവളൊരു നിധിയായി വളരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു പ്രഖ്യാപനമായിരുന്നു തനിക്ക് പിൻഗാമി ഉണ്ടാകുമെന്ന ദലൈലാമയുടെ നിർണായക പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിന് ശക്തമായ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചൈന. ദലൈലാമ അവസാനിക്കണമോ തുടരണമോ എന്നത് തീരുമാനിക്കാൻ ചൈനയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നതാണ് ചൈനീസ് അംബാസിഡർ സു ഫെഹോങ് എക്സിൽ കുറിച്ചത്. ദലൈലാമയെ അനുകൂലിച്ച ഇന്ത്യൻ നിലപാടിനെയും ചൈന ശക്തമായി എതിർക്കുന്നുണ്ട്. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, താൻ ഇനിയും ജീവിക്കുമെന്നും തൻ്റെ മരണശേഷം ഒരു പിൻഗാമി ഉണ്ടാകുമെന്ന പ്രഖ്യാപനത്തെ വലിയ ആവേശത്തോടെയാണ് ലോകമെമ്പാടുമുള്ള ബുദ്ധ മതവിശ്വാസികളൊക്കെ സ്വീകരിച്ചത്. പക്ഷേ ചൈനയ്ക്ക് ഈ വിഷയത്തിൽ വലിയ താല്പര്യങ്ങളുണ്ട്. അത് തീരുമാനിക്കേണ്ടത് ചൈനയാണ് എന്നൊരു നിലപാട് ചൈന നേരത്തെ തന്നെ എടുത്തിരുന്നു. എങ്ങനെയാണ് ഈ ഇന്നലത്തെ 90ാം പിറന്നാൾ ആഘോഷത്തിന് ശേഷം ചൈനയുടെ പ്രതികരണങ്ങൾ വരുന്നത്? ശ്രീജ, ഇന്നലെ ഔദ്യോഗികമായി നടന്ന ചടങ്ങിൽ തന്നെയായിരുന്നു, പരിപാടിക്കിടെ തന്നെയായിരുന്നു ദലൈലാമയുടെ പ്രഖ്യാപനം. അതായത് ലോകത്തുള്ള എല്ലാ ബുദ്ധമത വിശ്വാസികളും ഒരുപോലെ ഉറ്റുനോക്കിയിരുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു. തനിക്ക് പിൻഗാമികൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ദലൈലാമയുടെ പ്രഖ്യാപനം. താൻ എന്തായാലും 40 വർഷം കൂടി ജീവിക്കും, അതിനുശേഷം മരണത്തിന് ശേഷം ഒരു പിൻഗാമി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ഏറെ ആവേശകരമായിരുന്നു ഈ ബുദ്ധമത വിശ്വാസികളെ സംബന്ധിച്ച ആ പ്രഖ്യാപനം. എന്നാൽ ചൈന ഇപ്പോൾ കൃത്യമായി തന്നെ അതിൽ മറുപടിയുമായി എത്തിയിരിക്കുകയാണ്. അതായത് തങ്ങളുടെ നിലപാടില്ലാതെ, തങ്ങളുടെ അംഗീകാരമില്ലാതെ ഒരു പിൻഗാമിയെ പ്രഖ്യാപിക്കാൻ ദലൈലാമയ്ക്കാവില്ല. തങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. അതായത് ദലൈലാമയ്ക്ക് ഇനി പിൻഗാമി ഉണ്ടോ ഇല്ലയോ, അത് ആരാവണമെന്നത് ചൈനയാണ് തീരുമാനിക്കേണ്ടത്. ചൈനയുടെ അധികാരമില്ലാതെ, അംഗീകാരമില്ലാതെ അതൊരിക്കലും പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം വരുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഇനി ഇന്ത്യയുടെ, നമുക്കറിയാം നേരത്തെയൊക്കെ പല ഘട്ടത്തിലും ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ വരുമ്പോൾ ഇന്ത്യ ഒരു ഏക ചൈന നയം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ സന്യാസി സമൂഹത്തെയും ടിബറ്റൻ ജനതയും ഒക്കെ അംഗീകരിക്കുമ്പോൾ പോലും ഈ ഏക ചൈന നയം അത് ഇന്ത്യ എപ്പോഴും പുലർത്തിയിരുന്നു. അത് തന്നെ ആയിരിക്കും ഇനിയും ഇന്ത്യയുടെ നിലപാടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതേസമയം ഏറെ കരുതലോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയണം. കാരണം ഈ ചൈനയും ടിബറ്റൻ സമൂഹവും തമ്മിലുള്ള തർക്കം അത് വീണ്ടും മുറുകുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കഴിഞ്ഞ ദിവസം ഈ പ്രഖ്യാപനം വന്നതോടുകൂടി അത് വീണ്ടും രൂക്ഷമാകുന്നു എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ചൈന ഇക്കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായി നിലപാടെടുത്തിരിക്കുന്നു. ഇനി ഈ ദലൈലാമയുടെ പിൻഗാമി അത് ആരാവും, എവിടെ നിന്നുള്ള ആളാകും എന്നതൊക്കെ പ്രഖ്യാപനം വരുന്നതോടുകൂടി ഇക്കാര്യത്തിൽ ചൈന വീണ്ടും നിലപാട് കടുപ്പിക്കും എന്ന് വേണം മനസ്സിലാക്കാം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരമൊരു പ്രഖ്യാപനം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാവണം ചൈന പെൻജല ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണ്, അവിടെയൊക്കെ പാർട്ടി നിയമനം നടത്തിയിരുന്നു. എന്തായാലും ഇതോടുകൂടി ഇപ്പോൾ ഈ ദലൈലാമയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ ചൈന നിലപാട് കടുപ്പിക്കുന്നു. തങ്ങൾക്കാണ് ഏറ്റവും വലിയ അധികാരമുള്ളത്, തങ്ങളുടെ അധികാരമില്ലാതെ ടിബറ്റൻ ജനതയ്ക്കോ ദലൈലാമയ്ക്കോ ഒന്നും തീരുമാനിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ചൈന വ്യക്തമാക്കുകയാണ്. ശ്രീജ, ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്.
ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് നമ്മളോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ ലാമയും ചൈനയും തമ്മിലാണ് പ്രശ്നമെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ ദലൈലാമയുടേതാണ് അവസാന വാക്കെന്ന് പറയുമ്പോഴും ചൈനയുടെ പ്രതിഷേധം വന്നതിന് പിന്നാലെ ഇന്ത്യ നിലപാട് അല്പം മയപ്പെടുത്തിയത് ശ്രദ്ധേയമാണ്. ടിബറ്റിനെ അംഗീകരിക്കുമ്പോൾ പോലും ദലൈലാമയാണ് അതിൻ്റെ തലവനെന്നോ അല്ലെങ്കിൽ ടിബറ്റൻ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണം അവിടെയാണോ എന്നൊന്നും ഒരിക്കലും ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. അതിനെപ്പറ്റി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും തൽക്കാലം അതിർത്തി തർക്കങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുന്ന ഒരു സമയം എന്ന നിലയ്ക്ക് ഒരു പ്രകോപനപരമായ ഒരു പിന്തുണയിലേക്ക് എന്തായാലും ഇന്ത്യ പോവില്ലെന്ന് ഉറപ്പിക്കാം, അല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു സംയമനം പാലിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇവിടെ യഥാർത്ഥ വിഷയം ടിബറ്റിനെ എങ്ങനെയാണ് ഭാരതം കാണുന്നത് എന്നാണ്. ടിബറ്റിന്റെ ജനത അല്ലെങ്കിൽ ടിബറ്റിന്റെ ഭൂപ്രദേശം ചൈനയുടെ രാഷ്ട്രീയ നിയന്ത്രണത്തിലാണ്. അതേക്കുറിച്ച് ഭാരതത്തിന് ഇപ്പോൾ തർക്കങ്ങളില്ല. അതേസമയം ടിബറ്റൻ ജനതയുടെ ആധ്യാത്മിക ആവശ്യങ്ങൾ അത് പ്രതിനിധീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ലാമയാണ്, ദലൈലാമയാണ്. ആ ദലൈലാമയുടെ തീരുമാനമാണ് ആധ്യാത്മിക ടിബറ്റിനെ ആര് നയിക്കണം. അല്ലാതെ ഭൗതിക ടിബറ്റിനെ തീർച്ചയായും ഭരണകൂടം, ചൈനയുടെ ഭരണകൂടം തന്നെയാണ്. ടിബറ്റിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്, ചൈനീസ് കൺട്രോളിൽ തന്നെയാണ്. അവിടെ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇവിടെ ടിബറ്റിന്റെ സ്വയംഭരണത്തിന് വേണ്ടിയോ ടിബറ്റ് ഒരു പ്രത്യേക പ്രവിശ്യ ആകേണ്ട ആവശ്യകതയെക്കുറിച്ചോ ടിബറ്റിന്റെ രാഷ്ട്രീയപരമായ ഭാവിയെക്കുറിച്ചോ അഭിപ്രായ പ്രകടനം നടത്താൻ ഭാരതം തയ്യാറാവില്ല. ഈ സാംസ്കാരികമായും അല്ലെങ്കിൽ ഒരു മതപരമായുമുള്ള ഒരു ഐഡന്റിറ്റി കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ടിബറ്റൻ ജനത. ഏതാണ്ട് എല്ലാവരും ടിബറ്റിലെ ഏതാണ്ട് പൂർണ്ണമായി ടിബറ്റൻ ജനത ആധ്യാത്മിക ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അവരുടെ ഒരു ആശയാവിഷ്കാരങ്ങൾ ദലൈലാമയിലൂടെ നിറവേറ്റപ്പെടുന്നു. അതുകൊണ്ട് അടുത്ത ദലൈലാമ ആര് എന്ന് തീരുമാനിക്കേണ്ട ചുമതല ദലൈലാമയ്ക്കാണ് എന്നത് ഇന്ത്യയുടെ ഒരു നിലപാടാണ്. അത് ഇന്ത്യക്കുള്ളിൽ നിന്ന് വേണോ ടിബറ്റിനുള്ളിൽ നിന്ന് വേണോ ദലൈലാമ ആര് എന്ന് ഭാരതമല്ലല്ലോ തീരുമാനിക്കേണ്ടത്. പക്ഷെ അത് തീരുമാനിക്കാനും അത് ഭരണകൂടവുമായി യാതൊരു ബന്ധവുമില്ല. ഒരു ടിബറ്റൻ ഗവൺമെന്റ് ഇൻ എക്സൈൽ എന്ന് പറയുന്ന മറ്റൊരു സംവിധാനമാണ്. അതായത് ചൈനയ്ക്കുള്ളിലെ ടിബറ്റിനെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. ടിബറ്റൻ ഒരു പ്രതീകാത്മകമായ ഒരു ഗവൺമെന്റാണ്. ടിബറ്റൻ ഒരു പ്രവാസി സർക്കാർ അല്ലെ ദലൈലാമ നേതൃത്വം നൽകുന്ന ഒരു മതപരമായ ഒരു സംവിധാനം എന്നെ സർക്കാർ എന്ന് പറയാനാവില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ വളരെ ജിയോ പൊളിറ്റിക്കലി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു ലോകം. പ്രത്യേകിച്ച് അമേരിക്കയുടെ വ്യാപാര യുദ്ധം, ട്രംപിന്റെ ചില നിലപാടുകൾ, അതുകൊണ്ട് ചൈനയുമായി ബ്രിക്സ് രാജ്യങ്ങളുടെ ഉച്ചകോടി ഇപ്പോൾ ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചൈനയും ഇന്ത്യയും റഷ്യയും എല്ലാം ഒരുമിച്ച് സഹകരിക്കേണ്ടത് ദീർഘകാലമായ ലോകത്തിന്റെ തന്നെ ആവശ്യം തന്നെയാണ്. ഒരു ബ്രിക്സിനെ ശാക്തീകരിക്കണമെങ്കിൽ അതിർത്തി തർക്കങ്ങളോ ദലൈലാമ മുതലായ വിഷയങ്ങളിലെ തർക്കങ്ങളോ ഒന്നും തന്നെ ഭാരതം ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമല്ല വളരെ ബുദ്ധിമുട്ടിയാണ്. ഏതാണ്ട് 5 വർഷം നീണ്ടുപോയ ഒരു തർക്കം കഴിഞ്ഞ വർഷം 2024 അവസാനിക്കുന്നത്. ഗൽവാന് ശേഷമൊക്കെ 4 വർഷത്തോളം ഈ മഞ്ഞുരുകാൻ കാലമെടുത്തു. ഇപ്പോൾ ഏതാണ്ട് അതിർത്തികൾ ശാന്തമാണ്. ചൈന ഈ പാകിസ്ഥാനുമായുള്ള പഹൽഗാം വിഷയത്തിൽ പോലും ചൈന കാര്യമായ ഒരു പാക് അനുകൂല നിലപാട് പരസ്യമായി എടുത്തില്ല. രഹസ്യമായി തീർച്ചയായും പാകിസ്ഥാന് സഹായങ്ങളുണ്ട്. അത്രയും അനുകൂലമായ സാഹചര്യം നിലവിലിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ ചൈനയെ പ്രകോപിപ്പിക്കുന്നത് ബുദ്ധിയല്ല എന്ന ഭാരതത്തിന്റെ നിലപാടാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ദലൈലാമ വിഷയം എന്ന് പറയുന്നത് തുടരാൻ സാധ്യതയുള്ള വിഷയമാണ്. ദലൈലാമ തന്റെ പിൻഗാമിയെ ഉടനെ പ്രഖ്യാപിക്കാൻ സാധ്യത കുറവാണ്. അത് മാത്രമല്ല 130 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരിക്കുമെന്ന് അദ്ദേഹം സ്വയം ക്ലെയിം ചെയ്യുന്നു. ദലൈലാമയുടെ അനുയായികൾ ടിബറ്റിനുള്ളിലും ഇന്ത്യക്കുള്ളിലുമായി ചിതറി നിൽക്കുന്നു. അതുകൊണ്ട് ഒരു ഭൗതികമായ ഒരു അസ്തിത്വം എന്നതിനേക്കാൾ ഉപരിയായി ഒരു ആധ്യാത്മിക സാന്നിധ്യം എന്ന നിലയിൽ ടിബറ്റൻ ജനതയെയും അവരുടെ ആവിഷ്കാരത്തെയും കാണാൻ തന്നെയാണ് ഭാരതം തീരുമാനിച്ചിരിക്കുന്നത്. ഭാരതത്തിന്റെ ആഗ്രഹം അങ്ങനെയാണ്, അതനുസരിച്ചുള്ള നയങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ചൈനയെ ഒട്ടും പ്രകോപിപ്പിക്കേണ്ട എന്ന നിലയിൽ ഭാരതം ഒരു മെല്ലപ്പോക്ക് നയം സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം ഈ ദലൈലാമയും ചൈനയും തമ്മിൽ അല്ലെങ്കിൽ ഈ ആത്മീയ ടിബറ്റും ചൈനയും തമ്മിലുള്ള ഈ തർക്കം അത് ഏത് തരത്തിലേക്ക് പോകുമെന്നാണ്? ഇപ്പോൾ ദലൈലാമയുടെ ഒരു പ്രഖ്യാപനം ആദ്യമായാണ് വരുന്നത്. അതിനെ വലിയ ആഘോഷമായിട്ടാണ് ലോകമെമ്പാടുമുള്ള ഈ ലാമയെ പിന്തുടരുന്നവരൊക്കെ സ്വീകരിക്കുന്നത്. തങ്ങൾക്ക് തന്നെയാണ് പൂർണ്ണമായ അധികാരം ഈ ലാമ നേതൃത്വം നൽകുന്ന ആത്മീയ ഭരണകൂടത്തിനാണ് എന്ന് പറയുമ്പോൾ ഈ തർക്കം അവസാനിക്കാതെ തന്നെ മുന്നോട്ട് പോകും. ചൈന ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയുമാണെങ്കിൽ ഈ തർക്കം എങ്ങോട്ടേക്കാവും നീങ്ങുക? 90 വയസ്സെന്ന് പറയുന്നത് അദ്ദേഹം 130 വയസ്സ് വരെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും 90 വയസ്സ് എന്നതൊരു പ്രായമാണ്. ഇന്നലെ അദ്ദേഹം പറയുന്നത് ഇനി ഏത് നിമിഷവും മരണം സ്വീകരിക്കാൻ എനിക്ക് മടിയില്ല എന്നുകൂടി പറയുന്നുണ്ട്.
അല്ല, ഇതൊരു ഡിസ്റ്റോർഷൻ ടാറ്റിക്സ് ഉണ്ട്. 130 വയസ്സ് വരെ എന്ന് ദലൈലാമ പറയുന്നതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഫിസിക്കലി 130 വർഷം എന്ന് പറയുന്നത് അത്ര പ്രായോഗികമായ ഒരു കാര്യമല്ല. ഇപ്പോൾ ഒരു തീരുമാനമില്ല എന്നത് മാത്രമാണ്. പക്ഷേ ആ തീരുമാനം ഉണ്ടാകുമ്പോൾ അത് അലോസരപ്പെടുത്തുന്നത് ചൈനയെ തന്നെ ആയിരിക്കും. കാരണം ടിബറ്റൻ ഒരു ഫ്രീ വേൾഡിൽ നിന്നായിരിക്കും അടുത്ത ദലൈലാമ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പഞ്ചൻ ലാമയെ ചൈന സൃഷ്ടിച്ച് പഞ്ചൻ ലാമ പിന്നീട് ആദ്യം നിലവിൽ വന്ന പഞ്ചൻ ലാമയെ കാണാനില്ല. പിന്നീട് പഞ്ചൻ ലാമയെ ചൈന ആർട്ടിഫിഷ്യലി സൃഷ്ടിക്കുന്നു. ആർട്ടിഫിഷ്യലി സൃഷ്ടിക്കാവുന്ന ഒരു തസ്തികയല്ല ദലൈലാമയോ പഞ്ചൻ ലാമയോ ഒന്നും തന്നെ. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഒരു മതഘടനകളെ അല്ലെങ്കിൽ സാംസ്കാരിക ഘടനകളെ ഒരു പാരമ്പര്യത്തെ അതിനെയൊക്കെ പുനഃസൃഷ്ടിക്കാനോ അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയില്ല. അതുകൊണ്ട് ചൈന ടിബറ്റിനെ കാണുന്നത് പൂർണ്ണമായും ചൈനീസ് പ്രദേശമായിട്ട് തന്നെയാണ്. ഭാരതം കാശ്മീരിനെ കാണുന്നത് പോലെ തന്നെയാണ് ചൈന ടിബറ്റിനെ കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബഫർ സോൺ ചരിത്രപരമായി ഈ ബ്രിട്ടീഷ് ഇന്ത്യക്കും ഇമ്പീരിയൽ ചൈനയ്ക്കും ഒക്കെ ഇടയിലുള്ള ഒരു ബഫർ ഏരിയ ആയ ഒരു സ്വയംഭരണ പരമാധികാര ഒരു രാജ്യം തന്നെയായിരുന്നല്ലോ ടിബറ്റ്. അതുകൊണ്ട് ആ ടിബറ്റിലേക്കുള്ള ചൈനീസ് അധിനിവേശം സംഭവിച്ചത് തീർച്ചയായും ഭാരതത്തിന്റെ ആത്യന്തികമായ താല്പര്യങ്ങൾക്ക് എതിര് തന്നെയാണ്. ചൈനയുമായി അതിർത്തി പങ്കിടേണ്ട ഒരു രാജ്യമായിരുന്നില്ല സ്വാഭാവികമായ ഭാരതം. ഇപ്പോൾ അത് ബഫർ സ്റ്റേറ്റ് എന്നതിൽ നിന്നും മാറി, ബഫറിന്റെ ഒരു കുഷ്യൻ എന്നുള്ള രീതിയിലാണ് ബഫർ സ്റ്റേറ്റ് എന്നതിൽ നിന്നും മാറി ചൈനീസ് പരമാധികാര പ്രദേശം വരുമ്പോൾ ടിബറ്റിന്റെ കിഴക്കൻ ടിബറ്റിൽ നിന്നും പടിഞ്ഞാറൻ ടിബറ്റിൽ നിന്നും തന്നെയാണ് ഭാരതത്തിനെതിരെ ഉണ്ടായ ചൈനീസ് ആക്രമണങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് ചൈന ടിബറ്റന്റെ വിഷയം അന്താരാഷ്ട്ര സമൂഹത്തിൽ സജീവമായി നിലനിർത്തുക എന്നത് ഭാരതത്തിന്റെ ആത്യന്തികമായ ആവശ്യമാണ്. പക്ഷെ അതിനെക്കുറിച്ച് രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾ പറയാതിരിക്കുക എന്നതും സാംസ്കാരികമായി ആ ജനത പൂർണ്ണമായും ചൈനയിൽ ഇന്റഗ്രേറ്റഡ് ആയി എന്ന് പറയാനുമാവില്ല. അത് യാഥാർത്ഥ്യമാണ്. കാരണം ചൈന ക്ലെയിം ചെയ്താലും ഒരു ജനത എന്ന നിലയിൽ അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിലല്ല, അല്ലെങ്കിൽ ചൈനീസ് രീതിയിലല്ല, അല്ലെങ്കിൽ കിഴക്കൻ പടിഞ്ഞാറൻ ചൈനീസ് രീതിയിലല്ല അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ. അതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ഒരു ഇക്കണോമിക് ലൈഫ് മാത്രമല്ല ടിബറ്റൻ ജനത ആഗ്രഹിക്കുന്നത്. ഒരു ധാർമ്മിക ജീവിതം, ആധ്യാത്മിക ജീവിതം ആഗ്രഹിക്കുന്ന ഒരു ജനത, ആ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഭാരതത്തിന്റെ നിലപാട് അത് കേവലം ഐക്യദാർഢ്യം മാത്രമാണ്, അല്ലാതെ രാഷ്ട്രീയമായ പിന്തുണയായി അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. പക്ഷെ അത് ചൈനയ്ക്ക് പലപ്പോഴും സ്വീകാര്യമാകാത്തതിന്റെ കാരണം ദലൈലാമ എന്ന ആധ്യാത്മിക നേതാവ് ഇന്ത്യയിലാണ്, ലാസയിലല്ല, മറിച്ച് ഇന്ത്യയിൽ ധർമ്മശാലയിൽ ജീവിക്കുന്ന, ഹിമാചൽ പ്രദേശിൽ ജീവിക്കുന്ന ദലൈലാമയും അദ്ദേഹത്തിന്റെ ആശ്രമാംഗങ്ങളും എല്ലാം തന്നെ ഭൗതികമായി ടിബറ്റിന്റെ ആധ്യാത്മിക നേതൃത്വത്തിന്റെ സാന്നിധ്യം ഇന്ത്യയിൽ ഉള്ളിടത്തോളം കാലം ആ വിഷയം ചൈന ഗൗരവമായിട്ട് തന്നെ പരിഗണിക്കുന്നു. അതുകൊണ്ടാണ് ചൈന വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അടുത്ത ലാമയെ തീരുമാനിക്കാനുള്ള അവകാശം ചൈനയ്ക്കാണ്. പക്ഷേ അങ്ങനെ ലാമമാരെ രാഷ്ട്രീയ ശക്തിക്ക് തീരുമാനിക്കാവുന്ന ഒരു അന്തരീക്ഷമല്ല ലോകത്തൊരിടത്തും. ഒരു മതത്തിന്റെയും മേലധ്യക്ഷന്മാരെ അല്ലെങ്കിൽ ആധ്യാത്മിക ആചാര്യന്മാരെ നിയമിക്കുന്നതോ സൃഷ്ടിക്കുന്നതോ രാഷ്ട്രങ്ങളല്ല, രാഷ്ട്രീയ വ്യവസ്ഥകളുമല്ല. അത് പരിഗണിക്കുമ്പോൾ ഇന്ത്യ എടുക്കുന്ന നിലപാടിൽ സാങ്കത്യമുണ്ട് എന്ന് കാണാം. ശരി, വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ് പ്രതികരിച്ചതിന്. എന്തായാലും തനിക്ക് പിൻഗാമി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് കാലം കൂടി ജീവിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട്, ഒരു 30-40 വർഷം കൂടി താൻ ജീവിക്കും, അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ ടിബറ്റിന് പുറത്തു നിന്ന് തനിക്കൊരു പിൻഗാമി ഉണ്ടാവുക എന്ന് പറയുമ്പോഴാണ് ചൈനയുടെ താല്പര്യങ്ങളെയൊക്കെ പടിക്ക് പുറത്ത് നിർത്തുക എന്നൊരു നിലപാടാണ് അതിലൂടെ, ആ ഒരു പ്രഖ്യാപനത്തിലൂടെ ഇന്നലെ ലാമ ചെയ്തത്. പക്ഷേ ഇന്ത്യ എടുക്കുന്ന നിലപാട് ശ്രദ്ധേയമാണ്. ടിബറ്റിനെ അംഗീകരിക്കുമ്പോൾ ദലൈലാമയെയും അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക നേതൃത്വത്തെയും അംഗീകരിക്കുമ്പോൾ തന്നെ അക്കാര്യത്തിൽ ചൈനയെ പിണക്കാതെയുള്ളൊരു നിലപാട്, അല്ലെങ്കിൽ ഒരു മയപ്പെട്ട നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മറ്റ് വാർത്തകൾ കൂടി നോക്കാം. വാപുര ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വീണ്ടും എത്തുന്നുണ്ട്. എരുമേലിയിലെ ക്ഷേത്ര നിർമ്മാണം ഹൈക്കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. സ്വകാര്യ ഭൂമിയിലാണ് നിർമ്മാണം നടക്കുന്നത്. നിർമ്മാണത്തിനെതിരെ സ്വകാര്യ വ്യക്തിയാണ് ഇപ്പോൾ ഹർജി നൽകിയത്. എരുമേലി പഞ്ചായത്തും നിർമ്മാണത്തെ എതിർത്ത് റിപ്പോർട്ട് നൽകിയിരുന്നു. തിരുവനന്തപുരം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് ഈ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത്. ഡാർക്ക് നെറ്റ് വഴി ലഹരി വിൽപ്പന നടത്തിയ കേസിൽ പിടിയിലായ 3 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. NCB നൽകിയ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും. പ്രതികളായ എഡിസൺ, അരുൺ തോമസ് എന്നിവരെ 7 ദിവസം കസ്റ്റഡിയിൽ നൽകണമെന്നതാണ് NCBയുടെ ആവശ്യം. അതേസമയം ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ച ക്രിപ്റ്റോ ഇടപാടുകൾ പരിശോധിക്കാൻ അന്വേഷണ സംഘം വിദഗ്ധരുടെ സഹായം തേടും. ഡാനി പോൾ വിവരങ്ങളുമായി.
ഡാനി, വീണ്ടും ഇന്ന് ഈ കേസ് കോടതിയുടെ മുന്നിൽ എത്തുന്നുണ്ട്. വളരെ വലിയൊരു നെറ്റ്വർക്ക് ലഹരി ശൃംഖലയുടെ വിവരങ്ങളാണ് പുറത്തു നൽകിയിട്ടുള്ളത്. ഒപ്പം ഇവരുടെ സഹപാഠികളിലേക്കുമൊക്കെ അന്വേഷണം പോകുന്നുണ്ടായിരുന്നു. ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? കോടതിയുടെ മുമ്പിൽ എത്തുമ്പോൾ എന്താണ് സാഹചര്യങ്ങൾ? ശ്രീജ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. ഇതിൽ 3 പ്രതികൾ ഇപ്പോൾ അറസ്റ്റിലുള്ള 3 പേരെയും തന്നെ ചോദ്യം ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനം മെഡിസൺ ബാബു, അതോടൊപ്പം തന്നെ അരുൺ തോമസും പിന്നെ വാഗമൺ സ്വദേശിയായ ഡിയോൾ. ഇവർ 3 പേരും സഹപാഠികളായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിലെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് ഇവർ ഈ ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായി ലഹരി വ്യാപാരങ്ങളിലേക്ക് തിരിയുന്നത്. ഡിയോളാണ് ഇത് കാര്യങ്ങളെല്ലാം തന്നെ എഡിസനെ കാര്യമായിട്ട് ബോധ്യപ്പെടുന്നത്. കാരണം എഡിസൺ ഇത്തരം സാങ്കേതിക വിദ്യയിൽ വളരെ പരിജ്ഞാനമുള്ള ആളാണ്. അത് NCB തന്നെ പറയുന്നു. 25ഓളം പാസ്വേഡുകൾ വരെ ഇയാൾക്ക് മെമ്മറിയിൽ ഓർത്ത് പറയാനുള്ള രീതിയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എവിടെയും കുറിക്കാതെ തന്നെ കൃത്യമായിട്ട് അത്ര കാര്യങ്ങളും പ്രാപ്തിയുള്ള ഒരാൾക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു നെറ്റ്വർക്ക് വികസിപ്പിക്കാനെല്ലാം തന്നെ ഇവർ തീരുമാനിക്കുകയും ചെയ്തത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലായ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഏതാണ്ട് 700-ലധികം ഇടപാടുകൾ രാജ്യത്തകത്തും പുറത്തുമായിട്ടെല്ലാം തന്നെ ഇവർ നടത്തിയിട്ടുണ്ട്. ഇതിലൂടെ വലിയ രീതിയിൽ പണം സമാഹരിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി വഴി പണം സമാഹരിക്കുന്നു. പക്ഷേ ഈ പണം എന്ത് ചെയ്തു, എവിടേക്ക് പോയി എന്ന കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്ന രീതിയിൽ തന്നെയാണ് NCB മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തെ പ്രധാന ലഹരി ഇടപാടുകൾ, ഇൻ്റർനെറ്റ് വഴിയുള്ള ഈ ഇടപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികൾ തന്നെയാണ് ഇവരെന്നാണ് NCB ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ട് ഇവർ ചോദ്യം ചെയ്യൽ ഈ കേസിൽ അനിവാര്യം തന്നെയാണ്. കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ഇടപാടുകാരെക്കുറിച്ച് കൂടുതൽ ആരൊക്കെയാണ്, ഇതിന് പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. രാജ്യത്തെ വലിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനപ്പെട്ട ഇടപാടുകൾ നടന്നിരുന്നു. ഒപ്പം വലിയ നിശാ പാർട്ടികൾ സംഘടിപ്പിക്കുന്നതിലെല്ലാം തന്നെ ഇവർ തന്നെ മുൻകൈയെടുക്കുകയും വലിയ ആഡംബര പാർട്ടികളിലേക്ക് ഇവർ ലഹരി എത്തിക്കുകയും ഇവരെ നെറ്റ്വർക്ക് വഴി എത്തിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ചില കൊറിയർ കമ്പനികൾ ഉൾപ്പെടെയുള്ളവർ എല്ലാം തന്നെ നിരീക്ഷണത്തിലുണ്ട്. അതിലേക്ക് കൂടുതൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലും അനിവാര്യമാണ്. അതുകൊണ്ട് കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് മുൻപാകെ എത്തുന്നു. കോടതി ഇന്ന് പരിഗണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കും. സൗബിൻ ഉൾപ്പെടെ കേസിലെ 3 പ്രതികൾക്ക് ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇന്ന് തുടർന്നാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയത്. കസ്റ്റഡിയിലെ ചോദ്യം ചെയ്യൽ ആവശ്യമില്ല എന്ന് നിരീക്ഷിച്ചാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ലാഭവിഹിതം ഓഫർ ചെയ്തുകൊണ്ട് പറ്റിച്ചു എന്നതാണ്, സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ആരോപണമാണുള്ളത്. പലതവണ വിളിപ്പിച്ചിട്ടും ഇപ്പോഴാണ് ഹാജരാകുന്നത്. എന്താണ് വിവരങ്ങൾ? ശ്രീജിത്തിൽ തുടക്കം മുതൽ തന്നെ ഇവർ ശ്രമിച്ചിരുന്നത് ഇതിനെ പ്രതിരോധിക്കാനാണ് ശ്രമിച്ചിരുന്നത്. കാരണം കൃത്യമായ രീതിയിൽ മറുപടി നൽകാതിരിക്കുക, പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യഘട്ടത്തിൽ പരാതി വന്നപ്പോൾ തന്നെ അതിനോട് പ്രതികരിക്കാതെ മാറി നടക്കുക, പിന്നീടാണ് ചോദ്യം ചെയ്തേ തീരൂ, പോലീസിന് മുന്നിൽ ഹാജരായേ തീരൂ എന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് കോടതിയെ സമീപിക്കുന്നത്. കോടതിയിൽ നിന്ന് ഈ കേസ് അത് റദ്ദാക്കണമെന്നൊരു ആവശ്യമാണ് സൗബിനും കൂട്ടരും മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് നിരാകരിക്കപ്പെട്ടു. ഒപ്പം തന്നെ ഉപാധികളോട് ഈ മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ അനുവദിക്കപ്പെടുകയും ചെയ്തു. തുടർന്നാണ് ഇന്ന് സ്റ്റേഷനിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയരാകാനായിട്ട് സമ്മതിക്കുന്നത്. 3 പേരാണ്. സൗബിൻ ഷാഹിർ, അതോടൊപ്പം തന്നെ പിതാവ് ബാബു ഷാഹിർ, ഒപ്പം തന്നെ ഇതിലെ നിർമ്മാതാക്കൾ, ഇവരെല്ലാം നിർമ്മാതാക്കളാണ്. നിർമ്മാതാക്കൾ മറ്റൊരാൾ കൂടിയായ ഷോൺ തോമസ്. ഈ 3 പേരോടും തന്നെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട വസ്തുത തങ്ങളുടെ ഒരു പങ്കാളിയാക്കാം. അതായത് നിർമ്മാണ സഖ്യത്തിൽ ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം വലിയ സാമ്പത്തിക വിജയം നേടുമ്പോൾ അതിൻ്റെ നിർമ്മാതാക്കൾ ഒരാൾ കൂടിയാണ് എന്ന് പറഞ്ഞാൽ അവരിലെ ഒരാളിൽ നിന്ന് പണം വാങ്ങുകയും ഒപ്പം തന്നെ അയാൾക്ക് ആ ലാഭവിഹിതം തിരിച്ചു നൽകാതിരിക്കുകയും അയാളെ മറ്റ് അയാഥാർത്ഥ്യമായ കണക്കുകൾ പറഞ്ഞ് അയാളത് പറ്റിക്കുകയും ചെയ്തു എന്നതാണ്. അങ്ങനെ ഒരു വിശ്വാസവഞ്ചന അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇയാൾ പലകുറി ഇവരുമായി ബന്ധപ്പെടുകയും തൻ്റെ കൃത്യമായ രീതിയിലുള്ള ഇടപാടുകൾ തീർക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ മറ്റൊരു വഴിയുമില്ലാതെയാണ് നിയമപരമായ നടപടികളിലേക്ക് പോവുകയും ചെയ്തത്. എന്തായാലും അതനുസരിച്ചുകൊണ്ട് ഇന്ന് പോലീസിനെ ചോദ്യം ചെയ്യലിന് മുൻപാകെ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ വിശദമാക്കപ്പെടും. ഇയാൾ യഥാർത്ഥത്തിൽ നേരത്തെ പണം വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണമടക്കം ഇന്ന് ഉണ്ടാകും. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്
ബർമിംഗ്ഹാമിലെ എഡ്ജ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യക്ക് ചരിത്ര ജയം. ഇംഗ്ലണ്ടിനെ 336 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ എഡ്ജ്ബാസ്റ്റണിൽ ആദ്യമായാണ് വിജയം സ്വന്തമാക്കുന്നത്. 608 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 271 റൺസിന് പുറത്തായി. 6 വിക്കറ്റ് വീഴ്ത്തിയ പേസർ ആകാശ് ദീപാണ് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയെ തകർത്തത്. ക്യാപ്റ്റനായ ശേഷം ശുഭ്മാൻ ഗില്ലിന്റെ ആദ്യ ജയമാണിത്. ഗില്ലാണ് കളിയിലെ താരവും.